Hello friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജനുവരിയിൽ നടന്ന നെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവാണ്. 65 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 66ാമത്തെ ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 66, 67 തുടർന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, മാക്സിമം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ഉണ്ടാവും. പിന്നെ ഫർദർ ആയിട്ട് വരുന്ന നമ്മുടെ അപ്കമിങ് വീഡിയോസിലായിട്ട് ഫുൾ ക്വസ്റ്റ്യൻസിന്റെയും ഒരു അനാലിസിസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ കീ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വേർഷനിൽ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതായത് പ്രൊവിഷണൽ ആയിട്ട് നമുക്കിപ്പോൾ അറിയാം ഏതൊക്കെയാണ് ഉത്തരങ്ങളെന്ന് അല്ലേ. ഇനി അതുപോലെ തന്നെ അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ, പ്രൊവിഷണൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ആൻസറിൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യന്റെ ഫർദർ പോസിബിലിറ്റി എന്താണ്, അടുത്ത പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, ഇതൊക്കെ നമുക്കൊന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു ഒരു ഗൈഡിന്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. കാരണം ഇനി എന്താണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും പലരുടെയും അഡ്വൈസുകളിലൂടെയും അവരുടെ അനാലിസിസുകൾ ഉണ്ടാവുമല്ലോ. കുറേ നാളായിട്ടൊക്കെ പഠിപ്പിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു അനാലിസിസ് നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് നല്ലൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും, നല്ലൊരു ഔട്ട്ലുക്ക് ഉണ്ടാവും. എന്താണ് നെറ്റ് ഇംഗ്ലീഷിന്റെ പരീക്ഷ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളും നമ്മുടെ ഒരു അനാലിസിസ്, ഒരു ഡിസ്കഷൻ തരികയാണ്. ഓക്കെ, ഷെയർ മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. രണ്ട് ലിസ്റ്റുകൾ ഇവിടെ കാണുന്നുണ്ടോ? ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ഉണ്ട് അല്ലേ. അപ്പൊ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം നല്ലപോലെ ഒന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ തന്നിട്ടുള്ളത് മുഴുവൻ ടെക്സ്റ്റ് ആണ്, ആണോ? അടുത്ത സൈഡിൽ എന്താ തന്നേക്കുന്നത്? ഓതേഴ്സിനെയാണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിന്റെ പേരുകളും ഓതേഴ്സിന്റെ പേരുകളും ഒന്ന് വായിച്ചു നോക്കി. ആദ്യം ദ ഗോൾഡൻ ലൈറ്റ് ആ തന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ടൊറൂഡത്തിനെ തന്നിട്ടുണ്ട്. ദ ലോട്ടസ് സരോജിനി നായിഡുവിനെ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്ക്രീനിന്റെ റൈറ്റ് സൈഡ് ആണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ഡാൻസേഴ്സ് ഹെൻറി ഡെറോസിയോ, ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ, ശ്രീ അരബിന്ദോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നല്ലോ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ആയിട്ട്. അപ്പൊ കാര്യം ക്ലിയർ ആയി കാണും. ഓതേഴ്സിനെ അവരുടെ ബുക്കുമായിട്ട് മാച്ച് ചെയ്യണം, അല്ലെ ബുക്കിനെ അവരുടെ ഓതേഴ്സുമായിട്ട് മാച്ച് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചൊക്കെ വർക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കൂട്ടത്തിൽ അല്ലെ. ഒന്ന് രണ്ടെണ്ണോ അല്ലെ 3 അറിയാമെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഉത്തരം കിട്ടും. പലപ്പോഴും കുട്ടികൾ പറയും മാച്ചപ്പ് ചോദ്യങ്ങൾ ഒരുപാട് സമയം അവരുടെ എടുക്കുന്നു എന്ന്. പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ, ഐഡിയ വെച്ചിട്ട് വർക്ക് ഔട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള മാച്ചപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. 1, 2 എണ്ണത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഓപ്ഷനുകളുടെ സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലോട്ടുള്ള വഴികൾ എളുപ്പമാക്കാനായിട്ട് പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാത്തിന്റെ ഓതേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തവർക്കും ഉത്തരം ശരിയാവാനായിട്ട് ഇതിൽ സാധ്യതയാണ്, മാച്ചപ്പ് ആയതുകൊണ്ട് തന്നെ. A4 B2 C1 D3. ഓക്കെ, ഇതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. എഴുതിയെടുക്കുന്നവര് രണ്ട് സൈഡിലായിട്ട് ടെക്സ്റ്റിന്റെയും ഓതറിന്റെയും പേര് എഴുതി വെച്ചോളൂ. എന്നിട്ട് ഓപ്ഷൻ നോക്കിക്കോ. A4 B2 C1 D3, A4 B3 C2 D1, A4 B2 C3 D1, again A4 B1 C2 D3. ശരി ഉത്തരം നോക്കാം. ഏതാ ശരി ഉത്തരം വരുന്നത് നോക്കിക്കോ. 4ാമത്തതാണ്. അപ്പൊ 4ാമത്തത് ശരി ഉത്തരമാകണമെങ്കിൽ എങ്ങനെയായിരിക്കണം ഇതിന്റെ മാച്ചിങ് വരുന്നത്? A4 B1 C2 D3 നോക്കാം. Poem Golden Light by Sri Aurobindo is about spiritual experience. Golden Light എന്ന് പറയുന്ന ഒരു വർക്ക് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. ശ്രീ അരബിന്ദോയും ഉണ്ട്. അപ്പൊ കിട്ടിയല്ലോ നിങ്ങൾക്ക് ഉത്തരം. ഇനിയിപ്പോ നിങ്ങൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഗോൾഡൻ ലൈറ്റ് ഏത് ജോണറിലുള്ള ലിറ്റററി വർക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിതയാണ്. എഴുതിയത് ആരാണ്? ശ്രീ അരബിന്ദോ ആണ്. ശ്രീ അരബിന്ദോയുടെ വർക്കുകളുടെ പ്രത്യേകതയും ഒരു പരിധി വരെ നിങ്ങൾക്കറിയാം. സ്പിരിച്വൽ ജേർണിയാണ് കൂടുതലായിട്ടും റൈറ്റർ അതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. ഈസ് അബൌട്ട് സ്പിരിച്വൽ experience. In this poem, he describes his long quest for divine experience and his consequent enlightenment. In the first stanza, he is expressing his gratitude to God for sending the light of wisdom. Okay, നമുക്ക് ഈ ബുദ്ധി ഉണ്ടാവുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് വിവേകം ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. ബുദ്ധി ഒരുപക്ഷെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർമ്മിത ബുദ്ധികൾ പോലും ഇന്നുണ്ട് അല്ലേ. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും ഇന്ന് നമുക്ക് നിലവാരത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുണ്ട്.
പക്ഷെ വിസ്ഡം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസിലൂടെയും നമ്മുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെയും ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്റലക്ച്വൽസ് എല്ലാം വിസ്ഡം ഉള്ളവരാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് പറയാനായിട്ട് പറ്റില്ല. ശ്രീ അരബിന്ദോ വിസ്ഡത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിസ്ഡം ആണ്, വിവേകം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. ഹിന്ദുസ്ഥാൻ, ദ പോം ലോട്ടസ് ഈസ് ഫ്രം ടൊറൂദത്സ് ഏൻഷ്യന്റ് ബാലഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പൊ ഇവിടെ നമുക്ക് ലോട്ടസ് എന്ന് പറയുന്ന ഒരു വർക്ക് കവിത കാണാൻ പറ്റും. അത് നമ്മുടെ ടൊറൂഡത്തിന്റെ ഏൻഷ്യന്റ് ബാലഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. ഈ കളക്ഷൻ 1882 മുതൽ നമുക്ക് അവൈലബിൾ ആയി. The poem enacts a style of fable in which the personified figure of love comes to Flora, the Roman goddess of flowering plants, asking her to create the most beautiful flower in the world. Okay, അപ്പോൾ the poem enacts a type of fable, ഒരു ചെറിയ കഥ കേൾക്കുന്നത് പോലെയാ, in which the personified figure of love comes to Flora. Okay, ഫ്ലോറയുടെ അടുത്ത് വന്നിട്ട് പറയാണ് റോമൻ ഗോഡസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് നമ്മൾ ഈ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുമല്ലോ. എന്തോ ഫ്ലോറ ആൻഡ് ഫോണ? ബയോളജി ക്ലാസ് ഒക്കെ ഓർക്കുന്നുണ്ടാവും അല്ലെ, സയൻസ് ക്ലാസ്സുകളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഫ്ലോറയും ഫോണയും എന്തുവാണ്? ഫ്ലോറയും ഫോണയും. ഫ്ലോറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ് ആണ് കേട്ടോ, ഫ്ലോറ പ്ലാന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫോണ? ഫോണ എന്നാൽ അത് ആനിമൽസ് ആണ്. ഓക്കെ, ഫോണയുടെ ടെയിൽസും ഫ്ലോറയുടെ ടെയിൽസും നമ്മുടെ ലിറ്ററേച്ചറിൽ ഒരുപാടുണ്ട് താനും. സോ നമ്മുടെ എന്താണ്, ലവ് കംസ് ടു ഫ്ലോറ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ റോമൻ ഗോഡസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, ചിലപ്പം റോമൻ ഗോഡസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷൻസിൽ നമുക്ക് ഇവരൊക്കെ ഉണ്ടാവും, ഫ്ലോറയും ലവും ഒക്കെ ഉണ്ടാവും. ഉത്തരം വരുന്നത് ഫ്ലോറയാണ്. കാരണം നമ്മൾ ഈ റോമൻ പ്രയോഗമായ ഫ്ലോറ ഉപയോഗിക്കാറുണ്ട്. ഫ്ലോറൽ ഡിസൈൻ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. സോ ഇതിന്റെ അർത്ഥം വരുന്നത് പ്ലാന്റ്സ് എന്നാണ്, ഫ്ലവേഴ്സ് എന്നാണ്. സോ ആസ്കിങ് ഹർ ടു ക്രിയേറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ വേൾഡ്. അപ്പൊ എന്താണ് നമ്മുടെ ലവ് വന്നിട്ട് ഫ്ലോറയോട് ചോദിക്കുന്നത്? ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള പുഷ്പം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു കഥ പറയുന്ന ഒരു ഫേബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ റോമൻ ഗോഡസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മിതോളജിക്കൽ കണക്ഷൻ വരുന്നുണ്ട്. ഫേബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ അത് നമുക്ക് ഉത്തരം കിട്ടി. ഇന്ത്യൻ ഡാൻസേഴ്സ് സരോജിനി നായിഡുവിന്റെ വർക്ക് ആണ്. Poem reflects the cultural context of its time as the early 20th century saw a growing interest in exoticism and Orientalism. Naidu's portrayal of Indian dancers aligns with these sensibilities, portraying them as embodiments of mystery and allure. The poem, The Harp of India by Henry Louis Devian Derosio, explores themes of loss, nostalgia and the decline of Indian culture. The poem uses the harp as a symbol to represent the loss of India's art, music and literature. അപ്പോൾ ഇവിടെ ഹാർപ്പ് എന്ന പ്രയോഗം എന്തിനാണ് നമ്മുടെ ഡെറോസിയോ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയുടെ നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർട്ടും മ്യൂസിക്കും ലിറ്ററേച്ചറും അത് നഷ്ടത്തിനെ ലെമന്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പറയും ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച്, ഒരുപാട് ആവേശത്തോടു കൂടി നമ്മൾ പറയാറുണ്ട് ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച്. പക്ഷെ അതൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതും സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്ത നമ്മുടെ 67ാമത്തെ ചോദ്യമാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. എഗൈൻ മാച്ചപ്പ് ആണ്. നോവലുകളും നോവലിസ്റ്റുകളുമാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോവലുകളുടെ കൂട്ടത്തിൽ നമുക്ക് ദ ചൈൽഡ് ഓഫ് ജീസസ് ഉണ്ട്, LP ഹാർട്ട്ലി. ദ ഗോ ബിറ്റ്വീൻ, എവലിൻ വോ. ബ്രൈഡ്ഷെഡ് റീവിസിറ്റഡ്, അത് ഫേമസ് ആണ്, നമ്മുടെ JM കോട്സ്. ദ ക്യാച്ചർ ഇൻ ദ റൈ, JD സാലിംഗർ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നോവലുകളും നോവലിസ്റ്റുകളും. ഇതിനകത്തിൽ ഏതെങ്കിലും നോവലുകളെയും നോവലിസ്റ്റുകളെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് 1-2 കണക്ഷൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ആ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓപ്ഷൻ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടും. നോക്കിക്കോ, ചൈൽഡ് ഓഫ് ജീസസ്, ദ ഗോ ബിറ്റ്വീൻ, ബ്രൈഡ്ഷെഡ് റീവിസിറ്റഡ്, ദ ക്യാച്ചർ ഇൻ ദ റൈ. കറക്റ്റ് ആൻസർ നോക്കണം. A1 B4 C3 D2, A3 B1 C2 D4, A4 B2 C1 D3, A2 B3 C4 D1. ഓക്കെ, ഏതാ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റുന്നത്? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ ആണ് കറക്റ്റ് ഉത്തരമായിട്ട് പരിഗണിച്ചേക്കുന്നത്. A3 B1 C2 D4. ഇനി വരുന്ന ചേഞ്ചസ് ഒക്കെ തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ചസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. ഇത് തന്നെയാണ് ശരി ഉത്തരം എന്ന് നമുക്ക് ആ ഒരു നിഗമനത്തിൽ എത്താനായിട്ട്, നമ്മുടെ ഒരു പോയിന്റിൽ എത്താനായിട്ട് സാധിക്കും. പക്ഷെ ചില സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലൊക്കെ തന്നെ ഞാൻ തന്നെ നിങ്ങളോട് ഡിസ്കഷനിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഉത്തരങ്ങൾ വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്, 2ഉം ഇതിന് ഉത്തരമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ
മാറ്റങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫൈനൽ ആൻസർ കീ വരുന്ന സമയത്ത് നമുക്ക് മാറ്റങ്ങൾ അവിടെയൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, കാരണം നമുക്ക് ഒന്ന് എക്സ്പ്ലനേഷൻ ചെക്ക് ചെയ്താൽ തന്നെ, അതായത് ഈ ഒരു ഓപ്ഷൻ എല്ലാം ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഒരു ചോദ്യത്തിന് വേണ്ടി ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവണം. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The Child of Jesus is a 2013 novel by South African born Australian Nobel laureate J.M. Coates. Okay, നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള J.M. Coates എഴുതിയ വർക്കാണ്. 2013 നോവലാണ് ചൈൽഡ് ഓഫ് ജീസസ്. Go Between is a novel by L.P. Hartley, published in 1953. His best-known work, it has been adapted several times for stage and screen. The book gives a critical view of society at the end of the Victorian era through the eyes of a naive schoolboy outsider. Brideshead Revisited, The Sacred and Profane Memories of Captain Charles Ryder is a novel by English writer Evelyn Waugh, first published in 1945. ധാരാളം ഇൻഫർമേഷൻ കിട്ടി അല്ലേ? അതായത് നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തത് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ എന്താണ് ചൈൽഡ് ഓഫ് ജീസസ് കോട്സിന്റെ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഗോ ബിറ്റ്വീൻ ഹാർട്ട്ലിയുടെ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വന്നത് വിക്ടോറിയൻ റൈറ്റർ, അത് ഓക്കെ ബ്രൈഡ്ഷെഡ് റീവിസിറ്റഡ് ആണ്. അത് ആരുടെ വർക്കാണ്? അത് നമ്മുടെ എവലിൻ വോയുടെ ആണ്. ഓക്കെ, ക്യാച്ചർ ഇൻ ദ റൈ ആണ് ഇനി നമുക്കുള്ളത്. നോവൽ ബൈ അമേരിക്കൻ ഓതർ J.D. Salinger that was partially published in serial form in 1945 to 46 before being novelized in 1951. അതായത് ഈ പാർഷ്യൽ ഫോമിൽ നമ്മൾ ഈ മാസികകളിലൊക്കെ എന്താണ് തുടരും എന്നുള്ള ഒരു എൻഡിങ് ഒക്കെ കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യുമല്ലോ, ആ രീതിയിലായിരുന്നു നമ്മുടെ ഇത് ക്യാച്ചർ ഇൻ ദ റൈ ആദ്യം അവൈലബിൾ ആയത്. ശേഷം നമുക്ക് 1951 ആയപ്പോഴത്തേക്ക് ഇതിന്റെ നോവൽ ഫോമും കിട്ടി. Originally intended for adults, it's often read by adolescents for its theme of angst and alienation as a critic of superficiality in society. ഓക്കെ, സൂപ്പർഫിഷ്യാലിറ്റി ഓഫ് സൊസൈറ്റി ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. കൃത്യമായിട്ട് നോവലുകളുടെയും അതുപോലെ തന്നെ അവരുടെ നോവലിസ്റ്റുകളെയും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഉത്തരം എടുത്ത് നോക്കുന്ന സമയത്ത് അവർ ലോക്ക് ചെയ്ത് തന്നിട്ടുള്ള, അല്ലെങ്കിൽ അവരിപ്പോൾ ആൻസർ കീയിൽ നമുക്ക് തന്നിട്ടുള്ള ഉത്തരം തന്നെ നമുക്ക് ലഭിക്കും. 68ാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. മൊത്തം മാച്ചപ്പ് ചോദ്യങ്ങൾ. അതേ നോക്കിക്കേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ നിങ്ങളോട് പറയാം. അല്ലാതെ നെറ്റിന് മുമ്പ് എന്താണ് നമ്മളൊരു ഓറിയന്റേഷൻ ഒക്കെ തരുന്ന സമയത്ത് നമ്മൾ പറയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ നമ്പർ കൂടുന്നു എന്ന്. അപ്പോഴും നമ്മളൊരു 2 or 3 എണ്ണം പ്രതീക്ഷിച്ചു പോകും. എന്നാൽ 66 മുതലുള്ള ചോദ്യങ്ങളെല്ലാം മാച്ചപ്പ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ? ഇതെല്ലാം മാച്ചപ്പ് ചോദ്യങ്ങളാണ്. 66 മാച്ചപ്പ് ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് 67 ആണ് അല്ലേ? 67 അഗെയിൻ ഒരു മാച്ചപ്പ് ചോദ്യമായിരുന്നു. ഇനി നോക്കാൻ പോകുന്നത് 68 ആണ്. 68ഉം വീണ്ടും മാച്ചപ്പ് ആണ്. ഓതറും ടെക്സ്റ്റും തന്നെയാണ് വിഷയം. ഓതേഴ്സിനെ നോക്കിക്കോ. മനോഹർ മാൽഗോങ്കർ, ദ വിയർഡ് ഡാൻസ് ആൻഡ് അതർ സ്റ്റോറീസ്. ചാമൻ നഹൽ, ദ സർവൈവർ. റസ്കിൻ ബോട്ട്, റംബിൾ ടെമ്പിൾ. അരുൺ ജോഷി, നെയ്ബേഴ്സ് വൈഫ് ആൻഡ് അതർ സ്റ്റോറീസ്. നോക്കിക്കോ. മനോഹർ മാൽഗോങ്കർ, ദ വിയർഡ് ഡാൻസ് ആൻഡ് അതർ സ്റ്റോറീസ്. ചാമൻ നഹൽ, ദ സർവൈവർ. Ruskin Bond, Rumble Temple. Arun Joshi, Neighbor's Wife and Other Stories. Choose the correct answer from the options given below. തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റ് ആൻസർ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. A3, B1, C4, D2, A1, B2, C3, D4, A3, B2, C1, D4, A2, B3, C4, D1. ഓക്കെ, നോക്കിയോ? ഇനിയിപ്പോൾ നമുക്ക് ഉത്തരം വേണം അല്ലേ? അപ്പൊ അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് റൈറ്റേഴ്സിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, അവരുടെ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നോക്കിക്കേ. എന്നിട്ട് ഒരു 1-2 എണ്ണമെങ്കിലും നമ്മൾ ഒരു അസംഷനിലെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കി. ഒരു അസംഷനിലെങ്കിലും എത്തി നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേ. കൃത്യമായിട്ട് ഉത്തരം അറിയാവുന്നവർക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അറിയില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അസംഷന്റെ ബേസിൽ, നിങ്ങളുടെ ഒരു നിഗമനത്തിന്റെ ബേസിലെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതാണോ ഉത്തരമെന്ന് നമുക്ക് ഉടൻ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് നോക്കിക്കേ, പെട്ടെന്ന് ഒരു സെക്കൻഡ് എടുത്ത് ഒന്ന് നോക്കിക്കേ. അങ്ങനെ നമ്മളൊന്ന് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഡയറക്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരവും ഇങ്ങനെ ഒരാൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതിലും നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു ഡിസ്കഷൻ വേണം. എന്നാലും നമ്മുടെ ഒരു വർക്കും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ വർക്കിന്റെ ബേസിൽ പിന്നെ എക്സ്പ്ലനേഷൻ കേൾക്കണം. അപ്പോൾ ഇരട്ടി ഗുണമാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു, അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, എക്സ്പ്ലനേഷൻ വിയർ ഡാൻസ് ആൻഡ് അതർ സ്റ്റോറീസ് നമ്മുടെ ചാമൻലാൽ നഹലിന്റെ ആണ്.
The Neighbor's Wife and Other Stories, Ruskin Bond. Survivor, a selection of stories by Arun Joshi. Again, Rumble Tumble, Manohar Malgonger. Okay, Rumble Tumble എന്ന് പറയുന്നത് മനോഹർ മാൽഗോങ്കറിന്റെ വർക്ക് ആണ്. അപ്പൊ ധാരാളം ഇൻഫർമേഷൻ, 4 മാർക്കിന്റെ ഇൻഫർമേഷൻ വരെ നമുക്ക് ഇനിയും കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ക്രീനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നോക്കിക്കോ. അപ്പൊ ഇത് ഉറപ്പായിട്ട് ഒന്നെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. വിയർഡ് ഡാൻസ് ആൻഡ് അതർ സ്റ്റോറീസ്, ചാമൻലാൽ നഹലിനെ എത്ര പേർക്ക് അറിയാം? ആ റൈറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അറിയാം എന്ന് നമ്മൾ ഓർക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കുക. കാരണം നമുക്കറിയാമല്ലോ 10 യൂണിറ്റുകളാണ് നെറ്റ് ഇംഗ്ലീഷിന് തന്നിട്ടുള്ളത്. ഇന്ന റൈറ്ററിനെ പഠിക്കൂ, ഇന്ന ഏരിയയ്ക്ക് ഫോക്കസ് കൊടുക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പോയട്രി, ഡ്രാമ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ലിംഗ്വിസ്റ്റിക്സ് അങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ എന്താണ് റിസർച്ച് വരെ, റിസർച്ച് ഇൻ ഇംഗ്ലീഷ് വരെ നീണ്ടു പോകുന്നതാണ് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ. 10 യൂണിറ്റുകളെ നമ്മൾ നോക്കുമ്പോൾ ഉള്ളൂ. എന്നാൽ അതിൽ നിന്നും വേണ്ട കാര്യങ്ങൾ ഒരുപാട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ടുണ്ട്. ഷുവർ ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ട്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയ എന്ന് നമുക്ക് പിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന സെഷൻസ് വരെ ഉണ്ട് അല്ലേ. ഡ്രാമയിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം. പോയട്രിയിൽ നമ്മുടെ വാർ പോയട്രി പഠിക്കണം, അത് മസ്റ്റ് ആണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നിന്ന് 2-3 മാർക്കുകൾ ഷുവർ ആണ്. ഒരു പരീക്ഷയ്ക്കല്ല, എല്ലാ സൈക്കിൾസിലും നമ്മൾ ആ ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. റിസർച്ചിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ട്. ഇംഗ്ലീഷ്, റിസർച്ച് ഇൻ ഇംഗ്ലീഷിന് ഫോക്കസ് കൊടുത്ത് തന്നെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന AI റിലേറ്റഡ്, ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളുണ്ട്. അതെങ്ങനെ നമ്മൾ ലിറ്ററേച്ചറിൽ അതേപോലെ തന്നെ നമ്മുടെ റിസർച്ചിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പോകണം. നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് നമ്മൾ അറിയണം. MLA ഇപ്പം നമ്മൾ ഏത് ഫോണ്ടിലാണ് പ്രോജക്റ്റുകൾ ചെയ്യുന്നത്? പലപ്പോഴും നമുക്കൊരു സംശയം, പെട്ടെന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ 8-ലാണോ 9-ലാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ MLA 8 ആണോ 9 ആണോ എന്ന് ചോദിച്ചാൽ ഓൺ സഡൻ അവർക്കൊരു റിപ്ലൈ പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ MLA 9 വരെയുള്ള അപ്ഡേഷൻസിൽ പ്രോജക്റ്റുകളിൽ പോലും റിസർച്ച് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് ക്ലിയർ ആണേ? വിയർഡ് ആൻസർ ചാമൻലാൽ നഹലിന്റെ ആണ്. നെയ്ബേഴ്സ് വൈഫ് ആൻഡ് അതർ സ്റ്റോറീസ്, റസ്കിൻ ബോണ്ട്. സർവൈവർ ആൻഡ് എ സെലക്ഷൻ ഓഫ് സ്റ്റോറീസ്, അരുൺ ജോഷി. റംബിൾ ടംബിൾ, മനോഹർ മാൽഗോങ്കർ. ഓക്കെ, ശരി. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഉത്തരം എഴുതി വെച്ച് കാണുമല്ലോ. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. A3 തന്നെ വരുന്ന 2 കേസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ള A1 നമ്മൾ പെട്ടെന്ന് ഒരെണ്ണം കാണുമ്പം A3 വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചാടിക്കേറി ഉത്തരം ചെയ്യുമല്ലോ. അങ്ങനെയും ചെയ്യരുത്, നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. Who among the following has written the poem ജെജൂരി? ജെജൂരി എന്നൊരു കവിതയുണ്ട്. ഈ തന്നിരിക്കുന്നതിൽ ഏത് കവിയാണ് ആ കവിത എഴുതിയത് എന്ന് നമ്മൾ കണ്ടെത്തണം. വലിയ ടാസ്ക് എന്ന് പറയാനില്ല. ജെജൂരിയൊക്കെ പല കുട്ടികളും നോക്കിയിട്ടാണ് പോകുന്നത്. ഓക്കെ, പോയട്രി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, പോയട്രി എന്ന് പറയുമ്പോൾ ഏത് യൂണിറ്റാ? ഓരോ ചോദ്യം വരുമ്പോഴേ അത് ഏത് യൂണിറ്റിൽ നിന്നാന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ നമുക്ക് 1 മുതൽ 10 വരെയാണ് യൂണിറ്റുകൾ ഉള്ളത്. ഇത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റാണ്. സെക്കൻഡ് യൂണിറ്റ് ഏതാ? നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിന്റെ പോയട്രി അല്ലേ. അപ്പൊ പോയട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, വാർ പോയട്രിയും അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് പോയിറ്റ്സിനെ ഒക്കെ നമ്മൾ നോക്കി വെക്കും. ജെജൂരി എന്നൊരു പോയിന്റും കൂടെ അവിടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ജെജൂരി എന്ന കവിത എഴുതിയത് ആരാണ്? മൈക്കിൾ മധുസൂദൻ ദത്ത്, ഇന്ത്യൻ റൈറ്റർ ആണ്. കമലാദാസ്, ഇന്ത്യൻ റൈറ്റർ. അരുൺ കൊലാഡ്കർ, തൊറൂദത്ത്, ഒക്കെ ഇന്ത്യൻ കണക്ഷൻസ് ഉള്ള റൈറ്റേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇവരിൽ ആരാണ് ജെജൂരി എഴുതിയത് എന്നതാണ് ചോദ്യം. ഇത് വേറൊരു ഏരിയയിൽ കൂടെ ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ 6th യൂണിറ്റ് ഉണ്ടല്ലോ. 6th യൂണിറ്റ് ഏതാ? ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ് അല്ലെ. ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷിനോടും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 യൂണിറ്റുകളിൽ നിന്ന് വന്ന ചോദ്യമാണെന്ന് പറയാം. 2ഉം 6ഉം. 2 ഏതാണ്? പോയട്രി ആണ്. 6 ഏതാണ്? ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഇതിൽ നിന്നും 2ൽ നിന്നുള്ള ചോദ്യം എന്ന് പറയാൻ പറ്റും. കാരണം ഇന്ത്യൻ റൈറ്റേഴ്സിനെ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചോദ്യവും നമ്മുടെ ലിറ്ററേച്ചറിൽ പോയട്രി എന്ന മേഖലയിൽ നിന്നാണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ജെജൂരി ഒരു കവിതയാണെന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അരുൺ കൊലാഡ്കർ ആണ് ഇതിന്റെ ശരി ഉത്തരം വരുന്നത്. അരുൺ കൊലാഡ്കർ. ജെജൂരി, a series of poems written by Indian poet അരുൺ കൊലാഡ്കർ. ഓക്കെ, ഇന്ത്യൻ പോയിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പോയിറ്റ് അരുൺ കൊലാഡ്കർ എത്രാമത്തെ ഓപ്ഷനാ? 3 ആണ് കേട്ടോ. 1, 2, 3 അല്ലെങ്കിൽ ABCD ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. സോ 3rd one അരുൺ കൊലാഡ്കർ.
Jejuri is a series of poems written by Indian poet Arun Koladkar, consisting of a sequence of 31 poems. അടുത്ത പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിക്കുന്നത് സെറ്റിനോ നെറ്റിനോ ആയിക്കോട്ടെ, ജജൂരിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്ര കവിതകളുണ്ട്. ജജൂരി ഒരു സീരീസ് ആണെന്ന് നമുക്കറിയാം. ഈ സീരീസിനകത്ത് 31 കവിതകളുണ്ട്. എത്ര കവിതകളുണ്ട്? 31 എണ്ണം. ജജൂരി depicts Koladkar's visit to Jejuri, a city in Pune. എന്താണ് ജജൂരി എന്ന ടൈറ്റിൽ കൊടുക്കാനായിട്ടും ജജൂരിയെ കുറിച്ച് കവിത എഴുതാനായിട്ടും നമ്മുടെ അരുൺ കൊലാഡ്കറിന് പ്രചോദനമായിട്ട് വന്നത് പൂനെയിലെ ജജൂരി എന്ന സിറ്റിയിൽ ഇദ്ദേഹം പോയായിരുന്നു. In which the poet visited in 1964. It was first published in Opinion Literary Quarterly in 1974 magazine ആണ്, and issued in book form in 1976. Okay, അതായത് 1976 ഒരു ബുക്ക് ഫോമിൽ നമുക്ക് ഇങ്ങനെ ഒരു കവിതയായിട്ട് കിട്ടിയത്. ജജൂരി സീരീസ് എന്നുള്ള കവിതകൾ നമുക്ക് കിട്ടി തുടങ്ങിയത്. അതിനു മുമ്പ് 74 ഇതിന്റെ പബ്ലിക്കേഷൻ നടന്നായിരുന്നു. പക്ഷേ ഒപ്പീനിയൻ ലിറ്റററി ക്വാർട്ടർലി എന്ന് പറയുന്ന മാഗസിനിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു കവിത മാത്രമല്ലായിരുന്നു മാഗസിനിലുള്ളത്. പക്ഷെ ജജൂരി കവിതകൾ 31 ജജൂരി കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകം നമുക്ക് 76 കിട്ടി. ഫസ്റ്റ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 76 തന്നെ എഴുതിക്കോ, അതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ബുക്ക് ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയത് 1976 കേട്ടോ. ജജൂരി കവിതകൾ 31 എണ്ണം. ഓപ്ഷനിലുള്ള റൈറ്റേഴ്സിനെ നമുക്കൊന്ന് നോക്കണം. മൈക്കൽ മധുസൂദൻ ദത്ത് വാസ് എ ബംഗാളി പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ഹി ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ഒപ്പീനിയേഴ്സ് ഓഫ് ബംഗാളി ലിറ്ററേച്ചർ. പോയിനിയേഴ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ബംഗാളി ലിറ്ററേച്ചറിന്റെ ഒരു പോയിനിയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ടാഗോറിനെ ഒക്കെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അടുത്തതായിട്ട് നമുക്ക് കമലാ സുരയ്യ, കമലാദാസ് ഉണ്ട്. പോപ്പുലർലി നോൺ ബൈ ഹെർ വൺ ടൈം പെൻ നെയിം മാധവിക്കുട്ടി. ആൻഡ് മാരീഡ് ഡെയിം കമലാദാസ് വാസ് ആൻ ഇന്ത്യൻ പോയിറ്റ് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ആൻ ഓഥർ ഇൻ മലയാളം ഫ്രം കേരള, ഇന്ത്യ. ഒരുപാട് കവിതകളുണ്ട്. ആൻ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, മൈ മദർ അറ്റ് 66 അടക്കം ഒരുപാട് കവിതകൾ. ഫ്രീക്സ് ഒക്കെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കമലാദാസിന്റെ കവിതകളാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അരുൺ ബാലകൃഷ്ണ കൊലാഡ്കർ. ഓക്കെ, അരുൺ കൊലാഡ്കറിന്റെ ആണല്ലോ ജജൂരി കവിതകൾ 31 എണ്ണം. സോ അദ്ദേഹത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോയിറ്റ് ആണ്, ഹു റോട്ട് ബോത്ത് ഇൻ മറാത്തി ആൻഡ് ഇംഗ്ലീഷ്. ഹിസ് പോംസ് ആർ നോൺ ഫോർ എക്സ്പ്രസിംഗ് ദ ഹ്യൂമർ ഇൻ എവറിഡേ ലൈഫ്. Koladkar is the only Indian poet other than Kabir to be featured on the world classic titles of New York Review of Books. അടുത്തതായിട്ട് നമുക്കുള്ളത് നമ്മുടെ ടൊറു ദത്താണ്. ഓക്കെ, താരുലത ദത്ത, പോപ്പുലർലി നോൺ ആസ് ടൊറു ദത്ത്, was an Indian Bengali poet and translator from British India who wrote in English and French. She is among the founding figures of Anglican literature. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ ടൊറു ദത്ത്. കാഷറീന ട്രീ അടക്കം വളരെ മികച്ച കവിതകൾ എഴുതിയിട്ടുണ്ട്. അലോങ് സൈഡ് വിത്ത് ഡെറോസിയോ, ഗൂസ്, സരോജിനി നായിഡു എക്സെട്ര. നമ്മൾ ഈ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ട്രയോസിനെ ചോദിക്കുകയാണെങ്കിൽ RK നാരായൺ, അതുപോലെ തന്നെ നമ്മുടെ മുൾക്രാജ് ആനന്ദ്, രാജറാവു എന്നൊക്കെ നമ്മൾ ആൻസർ ചെയ്യുമല്ലോ. അതുപോലെ ഒരേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരേ സമയത്തെ റൈറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരെയൊക്കെ ക്ലബ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. 69ാമത്തെ ചോദ്യത്തിന്റെ ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് റിട്ടൺ ദ പോം ജജൂരി? ഉത്തരം വരുന്നത് അരുൺ കൊലാഡ്കർ ആണ്. സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത്തെ ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഇയർ ഓഫ് പബ്ലിക്കേഷന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ തന്നിരിക്കുന്ന മാഗസിനുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ഫ്രേസേഴ്സ് മാഗസിൻ, ദ സ്പെക്ടേറ്റർ, ദ വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂ, ദ ക്വാർട്ടർലി റിവ്യൂ, എഡിൻബർഗ് റിവ്യൂ. ഓക്കെ, ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ മലയാളത്തിലൊക്കെ മാസികകൾ ഉണ്ടെന്ന് പറയുമല്ലോ, അതുപോലെ ഇംഗ്ലീഷിലും മാസികകൾ ഉണ്ടായിരുന്നു. നോവലുകളൊന്നും ഒറ്റ ബുക്കായിട്ട് ഇപ്പൊ നമുക്ക് പെൻഗ്വിൻ പബ്ലിക്കേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ പല പല പബ്ലിക്കേഷൻ ഹൗസുകൾ പോപ്പുലർ ആണ് അല്ലെ. പക്ഷെ ആദ്യ സമയങ്ങളിൽ അങ്ങനെ പബ്ലിക്കേഷൻ ഹൗസുകൾ ഇല്ലായിരുന്നു ഈ ഒരു കാര്യങ്ങളൊന്നും അവരുടെ ഓണർഷിപ്പിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ആയിട്ടുള്ള മാസികകളിലൂടെ പബ്ലിഷ് ചെയ്യുക, അവരുടെ കഥകൾ സമൂഹത്തിനെ അറിയിക്കുക എന്നുള്ള ഒരു അജണ്ട എന്നുള്ള ഒരു പോളിസി മാത്രമേ റൈറ്റേഴ്സിന്റെ മുന്നിലുള്ളായിരുന്നു. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടോപ്പ് റേറ്റ് റൈറ്റേഴ്സിന്റെ വർക്കുകൾ മാത്രമേ ഈ മാഗസിനുകളിൽ പബ്ലിഷ് ചെയ്യത്തുള്ളായിരുന്നു. മൈനർ റൈറ്റേഴ്സ് ഒരുപാട് ഈ കാലഘട്ടങ്ങളിൽ സഫർ ചെയ്തിട്ടുണ്ട്. സോ ഈ തന്നിരിക്കുന്ന മാസികകളെ, അതായത് നമ്മുടെ ഒരുപാട് നല്ല നോവലുകൾ പബ്ലിഷ് ചെയ്ത് വന്ന മാസികകളാണ്, ഇതിനെ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഇയർ ഓഫ് പബ്ലിക്കേഷനിൽ അറേഞ്ച് ചെയ്യാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. A B C D E, C D E A B, E D B C A,
EDCBA ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിലുപരി നമുക്ക് പ്രാധാന്യം ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ EDCBA ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉത്തരമായിട്ട് വന്നതെന്ന് അറിയണം. അതെങ്ങനെയാണ്, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? ഇയർ ഓഫ് പബ്ലിക്കേഷൻ അറിയണം. ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമുക്ക് അതിന്റെ ഡേറ്റ് അടക്കം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഡേറ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വന്നത് ഏതാണ്, അതിനെ ഫോളോ ചെയ്ത് വന്നത് ഏതാണെന്നുള്ള ഡേറ്റുകൾ ഇവിടെ ഉണ്ട്. ആ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോ, ആദ്യത്തെ മാസികയുടെ പേര് ഫ്രേസേഴ്സ് മാഗസിൻ എന്നല്ലായിരുന്നോ? ഫ്രേസേഴ്സ് മാഗസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഫൗണ്ട് ചെയ്തത് ഹഗ് ഫ്രേസർ ആണ്. ആ ഒരു പേരും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രേസേഴ്സ് മാഗസിൻ എന്ന് അതിന് പേര് വന്നത്. ഹഗ്സ് ഫ്രേസറും കൊളാബറേറ്റർ ആയിട്ടുള്ള വില്യം മാഗനും ചേർന്നിട്ട് 1830 ഈ മാസിക ഫൗണ്ട് ചെയ്യുന്നത്. 1830. അടുത്ത ഓപ്ഷനിലുള്ള മാസികയുടെ പേരെന്തായിരുന്നു? സ്പെക്ടേറ്റർ അല്ലേ? സ്പെക്ടേറ്ററിനെ കുറിച്ച് നോക്കിക്കോ. എ പീരിയോഡിക്കൽ പബ്ലിഷ്ഡ് ഇൻ ലണ്ടൻ ബൈ ദ എസ്സേയിസ്റ്റ് സർ റിച്ചാർഡ് സ്റ്റീൽ ആൻഡ് ജോസഫ് അഡീസൺ. നമ്മുടെ റിച്ചാർഡ് സ്റ്റീലും ജോസഫ് അഡീസണും ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പീരിയോഡിക്കലാണ്. 1711 മുതൽ നമുക്കിത് അവൈലബിൾ ആയി തുടങ്ങി. വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂ, എ ക്വാർട്ടർലി ബ്രിട്ടീഷ് മാഗസിൻ. ഓക്കെ, മാസികകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ഇത് 3 months കൂടുമ്പോഴായിരുന്നു വരുന്നത്. പിന്നെ 1 month വരാൻ തുടങ്ങി. പിന്നെ ഒരു മന്തിൽ തന്നെ 2 times, അതായത് 15 days കൂടുമ്പോൾ നമുക്ക് മാസികകൾ കിട്ടി തുടങ്ങി. ഓക്കെ, സോ അത്രയും റീഡിംഗ് പബ്ലിക്, മിഡിൽ ക്ലാസ്സും കൂടെ റീഡിംഗിൽ അങ്ങോട്ട് ആക്റ്റീവായി വന്നതോടുകൂടി നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങി. ദ വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂ വാസ് എ ക്വാർട്ടർലി ബ്രിട്ടീഷ് പബ്ലിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1823 ആസ് ദ ഒഫീഷ്യൽ ഓർഗൻ ഓഫ് ദ ഫിലോസഫിക്കൽ റാഡിക്കൽസ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഫ്രം 1824 to 1940. ഓക്കെ, 1924 മുതൽ 1914 വരെ ആക്റ്റീവായിട്ട് ഈ ഒരു വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂവിലൂടെ പബ്ലിക്കേഷൻസ് നടന്നായിരുന്നു. ക്വാർട്ടർലി റിവ്യൂ ഒരു ലിറ്റററി ആൻഡ് പൊളിറ്റിക്കൽ പീരിയോഡിക്കൽ ആണ്. ഫൗണ്ടഡ് ഇൻ 1809 ബൈ ലണ്ടൻ പബ്ലിഷിംഗ് ഹൗസ് ജോൺ മുറായ്. ഇറ്റ് സീസ്ഡ് പബ്ലിക്കേഷൻ ഇൻ 1967. 67 വരെ ആയിരുന്നു അതിന്റെ ഒരു സമയം. എഡിൻബർഗ് ആണ് അടുത്തതായിട്ടുള്ളത്. ടൈറ്റിൽ ഓഫ് 4 ഡിസ്റ്റിങ്ക്ട് ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ മാഗസിൻസ്. 4 ചേരുന്നതാണ് എഡിൻബർഗ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ബെസ്റ്റ് നോൺ ആൻഡ് ലോങ്സ്റ്റ് ലാസ്റ്റിംഗ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഓഫ് ദ 4 വാസ് ദ തേർഡ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് റെഗുലർലി ഫ്രം 1802 to 1929. 1802 മുതൽ അതിന്റെ ഒരു സമയം ആ ഒരു മാഗസിൻ നമുക്ക് പബ്ലിഷ് ആയി തുടങ്ങി. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും വർഷങ്ങൾ കിട്ടി അല്ലെ? വർഷങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം. ആദ്യം വരുന്നത് എഡിൻബർഗ് ആണ്. എഡിൻബർഗിന് ശേഷം വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വാർട്ടർലി റിവ്യൂ ആണ്. അടുത്തതായിട്ട് നമുക്ക് വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂ, ശേഷം നമുക്ക് സ്പെക്ടേറ്റർ, അതിനെ ഫോളോ ചെയ്ത് നമുക്ക് ഫ്രേസേഴ്സ് മാഗസിൻ. അപ്പൊ കറക്റ്റ് ആൻസർ EDCBA എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരി ഉത്തരം മാത്രം എഴുതി വെക്കാതെ ഇതിന്റെ ഇയേഴ്സും കൂടെ എഴുതി വെക്കുക. എന്നാലേ നമുക്ക് ഫർദർ ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് എക്സാംസിന് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലായിട്ട് റിമൈനിങ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവൈലബിൾ ആവും. കീപ് ലേണിംഗ്. താങ്ക് യു.